ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മൾ 6 യുവാക്കൾ അല്ലേ? കാർത്തിക സ്വപ്നം കാണുന്നേ, ആ കാർത്തിക് ഫുള്ള് സ്വപ്നം കാണുന്നത്. 6 യുവാക്കൾ ചേർന്ന് എവിടേക്കാണ് പോകുന്നത്? മാടായിപ്പാറ പോവുകയാണ് ഗൈസ്. അപ്പം ജസ്സിനും അവൻ്റെ വരുന്ന ഗൗതമും ഉണ്ട്, സുജയ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് നമ്മളെ കൂട്ടത്തിൽ എല്ലാവരുടെ കൂട്ടത്തിലും കാണില്ലേ, എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം വള്ളി പിടിക്കുന്ന ഒരുത്തൻ, അതാണ് പ്രണവ്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. മാടായിപ്പാറ എത്തിയ ഓർമ്മയില്ലു. ഇതാ ഇവരെല്ലാം ബ്ലോക്കിൽ പെട്ടിട്ട് ബ്ലോക്കായി അല്ലേ? യെസ്, ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഇപ്പോൾ 7 മണിയായി. പിന്നെ ഞാനും കാർത്തിക് വണ്ടിയിൽ വരുമ്പം പയ്യന്നൂർ എത്തുമ്പം ഈൻ്റെ നേരെ മുകളിൽ മറ്റേത് പെട്രോളിൻ്റെ പെട്രോളിൻ്റെ കാണിക്കൂലേ, ഈൻ്റെ നേരെ മുകളിൽ പയ്യന്നൂരിൽ പെട്രോൾ അടിക്കാൻ ഓ മറ്റേ പെട്രോൾ ഇവൻ പറഞ്ഞത് മറ്റേ സ്കൂട്ടിയിലെ മറ്റേ പെട്രോളിൻ്റെ അളവാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് ഞാനേത് ചെയ്യാന്ന് ഐസ് മാടായിപ്പാറ വരുന്നത് ശ്രദ്ധിക്കുക. ഈ വ്ളോഗ് വരുമ്പോഴത്തേക്ക് എല്ലായിടത്തും പോവും ഐസ്. മാടായിപ്പാറ വൻ ബ്ലോക്ക് അങ്ങത്തോളുണ്ട്. ആരി പറഞ്ഞു കൊടുക്ക സുജു. ആടെ നിൽക്കുന്ന വിചാരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല ബ്ലോഗേഴ്സ് അവരാണ്. പക്ഷെ ഇവിടെ ഒരു ബ്ലോഗറില്ല കാര്യമല്ല. എനക്കെന്തോ ഷൈയായി ഇൻഷുറൻസാ. മാടായിപ്പാറയുടെ പച്ചപ്പിലൂടെ ചളിയിൽ നടന്നു പോവുകയാണ്. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം ആസ് യൂഷ്വൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെയാ? കൂടുതലും ഇല്ല കുറവും ഇല്ല. കാർത്തിക് മഴ വന്നാണ് കോട്ടെടുത്തിട്ട് വേറെ ആരും എൻ്റെ കയ്യിലുണ്ട്. ഓൻ വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു തന്ന്. ഇപ്പൊ സമയം 7 മണിയോ. ഞാൻ എപ്പോൾ സമയം നോക്കിയാലും ഇപ്പൊ 7 മണിയാവുന്നുണ്ട്. കഴിഞ്ഞ വ്ളോഗിലും 7 മണി തന്നെ ഉണ്ടാവും. ഇങ്ങനെയുള്ളവരാണ്, അതായത് നല്ലൊരു സ്ഥലം, അതായത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടിനെ ഇങ്ങനെയുള്ളവരാണ് നശിപ്പിക്കുന്നത്. കാരണം കുറേ അധികം വേസ്റ്റും കാര്യങ്ങളും ഇടുക, അതൊന്നും ശരിയല്ല അല്ലേ? വേസ്റ്റും കാര്യങ്ങളും അല്ലേ? ബ്ലോക്ക് വെച്ചാൽ വൻ ബ്ലോക്ക്. അവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ട്, ഫുള്ള് അനങ്ങുന്നില്ല ഒരു വണ്ടി. അതായത് കുറേ സമയം നിൽക്കേണ്ടി വരും. ഇത് നമ്മ എങ്ങനെ പോലും കാർത്തിക്കേ ആ ബ്ലോക്കിൽ നമ്മ കുറച്ച് കുടുങ്ങിയിട്ടാണ് നമ്മളിവിടെ സൈഡാക്കാൻ വിചാരിച്ചത്. നമ്മളിവിടെ ഫസ്റ്റ് എത്തി, ഞാനും സുജയ് ഇവിടെ ഫസ്റ്റ് എത്തി. എന്നിട്ട് കാർത്തിക്കിനെ കാത്തു നിന്നു. അവിടേക്ക് കാർത്തിക് ഏതോ പയ്യന്നൂരിൽ പമ്പിലുണ്ട് അത്രേ. ഞാൻ വിചാരിച്ചു കാർത്തിക് അവിടെ എത്തി, നീ അവിടെ എത്തി. കാരണം ഇവന്മാരാണ് ഇതിൽ പോയത്. നിന്റെ പോക്കാണോ ഞാൻ വിചാരിച്ചു നീ ഇവിടെ എത്തി. നല്ല പോക്കാ പോകുന്നുണ്ടായ. അപ്പം പ്രണവും കാർത്തിക വന്നേ, ജസ്സിനും ഗൗതമും വന്നേ. ഇവരതിനെക്കാട്ടും ലേറ്റായി അല്ലേ? നിങ്ങൾ ചായ കുടിച്ചാ? നമ്മള് ചായ കുടിച്ചു. എല്ലാം ജസ്റ്റിന്റെ ഇതിലാണ് ചായ കുടിച്ചത്. ഞാൻ പറഞ്ഞ ഇവരെ കൂട്ടിട്ട് പോവാന്ന്. എടാ ജസ്സിനെ നമ്മ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് എന്തായാലും ഈടെത്താൻ സമയം എടുക്കും. അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ ചായയും കുടിക്ക് വരായിരിക്കും. ഇതാണ് ക്യാമറ, അത്രയില്ലോ. അപ്പം ഇതാണ് മാടായിപ്പാറയിൽ നിന്നുള്ള വ്യൂ. 7 മണിയായി, പക്ഷെ ഇതിൽ ഐഫോണിൽ കുറച്ച് ലൈറ്റ് കൂട്ടിയതുകൊണ്ട് ഇങ്ങനെ കാണുന്ന നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. സുജു ഓടിക്കോ. സുജുവിനെ കേൾക്കുമ്പോൾ എന്തോ പറഞ്ഞു, അതിനുള്ള ഓട്ടം നിങ്ങളിപ്പോൾ കണ്ടേ. മുണ്ടഴിഞ്ഞു അതിൻ്റെ ഇടക്ക്. കതച്ചാ മുണ്ട് ഊരിയതാണ്, മുണ്ടായോണ്ട് അല്ലേ? എന്ത് ഞാൻ പിടിച്ചില്ലെങ്കിൽ മുണ്ട് താഴെ പോട്ടി, അതുകൊണ്ടാണ് എന്റെ ചങ്ങായി. അപ്പം ഫുള്ള് ഇപ്പം ലൈറ്റ് ഇട്ട പോലെ നടത്തുന്ന വെച്ചാൽ ഇവനെ തല്ലാനാ. പക്ഷേ ഇപ്പം നമ്മൾ മാടായിപ്പാറയിൽ നിന്ന് തിരിച്ചു പോവാണ് അല്ലേ? എന്ത്
ചളിയുണ്ടെന്ന് നോക്കണേ. ചളി പുളി എന്ന് വെച്ചാൽ ചളി പുളിയാ. അവരെല്ലാവരും പോയി. ഇനി ഇവരല്ല, നമ്മൾ ഇനി അങ്ങോട്ട് പോകണം. റോട്ടിലെത്തി. വീടിന്ന് ഇപ്പോഴൊന്നും പോരുണ്ടാവില്ല അല്ലേ? ഫുള്ള് തിരക്കാ വെച്ചാൽ ഫുള്ള് തിരക്ക്. കാപ്പി ചായൽ വന്നിരിക്കുകയാണ് അല്ലേ? ബാക്കി രണ്ടാളും ഇവിടെ. ബാക്കി രണ്ടാള് അമ്മ അവരെവിടെ പോയത്? അവരാടുന്ന് റൈറ്റ് അടിച്ചു. അവർ റൈറ്റ് അടിച്ച് വീട്ടിലേക്ക് വിട്ടു. അതാണ് അല്ലേ? ഇനി നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കണം. നല്ല തിരക്കാ വെച്ചാൽ നല്ല തിരക്കാണ്. ഇനി നമുക്ക് എന്തായാലും ചായ ഓർഡർ ചെയ്യാം. എന്നാലേ 8 മണിയാകുമ്പോൾ കിട്ടും. ഇപ്പം എത്ര മണി? 7:40. രേശപ്പെടുത്തിയില്ല. സാധനമുണ്ട് അല്ലേ? സാധനമുണ്ട്. ചായ, കാപ്പിക്കറി, ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ അവരുടെ ചായയും ഉണ്ട്. ചായയും വരുന്നു. ബില്ല് അവർ കൊടുത്തും പോയി. ഇവരെ 2 വരി പോയി. പോവാ എന്നെ അടുത്തേക്കാ. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് നേരെ പോവാം. അവന്മാരിപ്പം വരും. നമ്മൾ മാടായിപ്പാറ പോയി. അപ്പം തിരിച്ച് ഇങ്ങോട്ടെത്തി. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ചായയും കുടിച്ചിരുന്നു. നല്ല ടയർഡായ വെച്ചാൽ നല്ല ടയർഡാണ്. അപ്പം ഇത് ഓണം വ്ളോഗിൻ്റെ പാർട്ട് 2 പോലെ എടുത്തതാണ്. ഓക്കെ, അപ്പം ഒരു വ്ളോഗ് ഞാൻ എന്തായാലും ഓണത്തിനിടും. അത് കഴിഞ്ഞ് അതായത് ഓണത്തിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഓണത്തിൻ്റെ എന്തായാലും ഇടുന്നുണ്ട്. അതിൻ്റെ 2ാം പാർട്ട് പോലെ ഇങ്ങനെ ജസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം 2 ദിവസങ്ങളിലായിട്ടായിരിക്കും വ്ളോഗ് വരിക. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.